ഹായ് പോക്കോ F3 GT അതാണ് നമ്മൾ കണ്ടത്. കിടിലം ഫോണാണെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഗെയിമിങ്ങിന് അടിപൊളിയാണ്, ഒരു സ്പെഷ്യൽ സംഭവമാണ്. ഗെയിമിംഗ് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു കിടിലൻ സംഭവമാണെന്ന രീതിയിൽ വന്നിട്ടുള്ള ഒരു ഫോണാണ് നമ്മൾ 2-3 ദിവസമായി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എൻ്റെ ഒരു യൂസേജ് എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയുണ്ട് പോക്കോ F3 GT ആക്ച്വലി നമ്മൾ കളിക്കുമ്പോഴായാലും യൂസ് ചെയ്യുമ്പോഴായാലും നോർമൽ യൂസിനായാലും ഇത് ഓവറോൾ എല്ലാത്തിനും ബെറ്റർ ആണോ അതോ ഇനി ഗെയിമിങ്ങിന് മാത്രമേ പറ്റുള്ളൂ? എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊന്നും ഞാൻ അധികം ഒന്നും കാണിക്കുന്നില്ല. ഫോൺ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ ബോക്സിൽ വരുന്നത് ഒരു ചാർജർ, 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, ടൈപ്പ് സി കേബിള് ഒരു ഇത്തിരി ഡിഫറെൻറ്റ് ഡിസൈനാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു കേസ് വരുന്നുണ്ട്, ഡോക്യുമെൻറ്റേഷൻ, സിം വെച്ചിട്ട ടൂള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. സോ ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഒരു ഗെയിമിംഗ് ഫീല്, ഒരു ഗെയിമിംഗ് ഡിവൈസ് കയ്യിൽ പിടിക്കുന്ന ഒരു ഫീല് നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ ഡീസൻ്റായ ഒരു ഗെയിമിംഗ് ഫോണിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തടങ്ങിയ ഒരു സംഗതിയാണ് നമ്മൾ കാണുന്നത്. റിയർ സൈഡിലെ ഇതിൻ്റെ ക്യാമറ മോഡിയുള്ള ഒരു ലൈറ്റ് എഫക്റ്റ് ഒക്കെ കാണാം. നോട്ടിഫിക്കേഷൻ വരുമ്പോഴും അല്ലെങ്കിൽ ചാർജർ ഇടുമ്പോഴും ഒക്കെ നമുക്ക് ഒരു ചെറിയ ലൈറ്റ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് അത് റിയർ സൈഡിലാണ്, അതുകൊണ്ട് ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂസിംഗ് ആണ്. ബട്ട് എന്തായാലും അങ്ങനെ ഒരു സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. പിന്നെ പതിവ് പോലെ 8 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ മാക്രോ സെൻസറും. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, 5 ഹോൾ ക്യാമറ സെറ്റപ്പ് ആണ്, സെൻട്രൽ അലൈൻഡ് ആണ്. ഫ്രണ്ടിലും ബാക്കിലും ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഗൊറില്ല ഗ്ലാസ് 5 ഫ്രണ്ടിലും ബാക്കിലും പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു. മെറ്റൽ ഫ്രെയിം ആണ് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സിം ട്രേ, ഡുവൽ സിം, മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല. മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, USB PD പോർട്ടാണ് വരുന്നത്. സ്പീക്കർ ഗില്ല്. റൈറ്റ് സൈഡിൽ നമുക്ക് ഇഷ്ടംപോലെ ബട്ടണുകളുണ്ട്. അതായത് ഏറ്റവും ടോപ്പിൽ നമുക്ക് ഇങ്ങനെ കൈ പിടിക്കാവുന്ന തരത്തിൽ, ഫയർ ചെയ്യാവുന്ന തരത്തിൽ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി 2 കൺട്രോൾ ബട്ടണുകൾ, മാഗ്ലേവ് ട്രിഗറുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ തരത്തിൽ ഉള്ള 2 ബട്ടണുകളുണ്ട്. അത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള സ്വിച്ചുകളുമായിട്ട് തൊട്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ സെൻട്രലായിട്ടാണ് പവർ ബട്ടൺ വരുന്നത്. അവിടെ നമുക്ക് ഫിംഗർ പ്രിന്റ് ഇന്റഗ്രേറ്റഡ് ആണ്. സോ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണെന്ന് പറയാം. ലെഫ്റ്റ് സൈഡിൽ വീണ്ടും ഒരു മൈക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ വോളിയം ബട്ടണുകൾ. ടോപ്പ് സൈഡിൽ സ്പീക്കർ ഗില്ലുണ്ട്, അതേപോലെ മൈക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഒരു IR ബ്ലാസ്റ്ററും വരുന്നുണ്ട്. സോ നമ്മൾ കണ്ടതിൽ വ്യത്യസ്തമായ 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് മൈക്ക്, 3 സൈഡിൽ നമ്മൾ മൈക്ക് കണ്ടു. ഇത് 3 മൈക്കുമായിട്ടാണ് വരുന്നത്. സോ നമ്മുടെ ഓഡിയോ കുറെ കൂടി നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്യപ്പെടുമെന്ന് മനസ്സിലാക്കാൻ. അതുപോലെ സ്പീക്കർ ഗില്ല് മുകളിലും താഴെയുണ്ട്, ഡെഡിക്കേറ്റഡ് സ്പീക്കർ ഗില്ലുണ്ട് 2 സൈഡിലും. സോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഓഡിയോ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഫോണിൽ നിന്ന് കിട്ടും, തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ക്വാളിറ്റി. അത് സിനിമ കാണുമ്പോഴായാലും ഈ ഒരു സ്റ്റീരിയോ സൗണ്ട് എഫക്റ്റിൻ്റെ കാര്യം, 2 സൈഡിൽ നിന്നുള്ള സൗണ്ടിൻ്റെ കാര്യമാണെങ്കിലും അടിപൊളിയായിട്ട് കേൾക്കാം. നല്ലൊരു മീഡിയ കൺസംഷൻ എക്സ്പീരിയൻസ് നമുക്ക് ഇതിൻ്റെ സ്പീക്കറുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഡോൾബി ഒക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ക്വാളിറ്റി അടിപൊളിയാണ്. ഇതിൻ്റെ തിക്നെസ് വരുന്നത് 8.3 mm ആണ്. വെയിറ്റ് ആണെങ്കിൽ 205 ഗ്രാം ആണ്. സോ ഒരു വെയിറ്റ് നോക്കിയാൽ ഇച്ചിരി കൂടുതലാണ്. ബട്ട് ഒരു ഗെയിമിംഗ് ഡിവൈസ് എന്ന രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വെയിറ്റ് ആക്സെപ്റ്റബിൾ ആണെന്ന് തോന്നുന്നു. 205 ഗ്രാം ആണെങ്കിലും ഒരു മെറ്റൽ ഫ്രെയിമും അതേപോലെ ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളും എല്ലാം കൂടി ചേർക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വെയിറ്റ് ആക്സെപ്റ്റബിൾ ആണ്. പിന്നെ കയ്യിൽ പിടിക്കുമ്പോൾ അങ്ങനെ ഒരു ഹെവി ഫോൺ കൈ പിടിക്കുന്ന ഒരു ഫീലൊന്നുമില്ല. ഒരു ഡീസൻ്റായ നല്ല ഫോൺ കൈ പിടിക്കുന്ന ഒരു ഫീൽ തന്നെയേ ഉള്ളൂ. സോ ഓവർ വെയിറ്റ് എന്ന് പറയാൻ തോന്നുന്നില്ല എനിക്ക്. ഓവറോൾ കൊള്ളാം, നല്ല ഡിസൈൻ, ഒരു ഗെയിമിങ്ങിൻ്റെതായ കുറേ ഫങ്ഷൻസ്, ട്രിപ്പിൾ വൈഫൈയും കാര്യങ്ങളൊക്കെ വരുന്നു, ഡീസൻ്റായ സെറ്റപ്പ്. ഡിസ്പ്ലേ 6.67 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേ ആണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ഡീസൻറ്റ് ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും 480 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും HDR10 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ 10 ബിറ്റ് ഡിസ്പ്ലേ ആണ്. സോ നല്ലൊരു കളർ വൈബ്രൻസിയും കാര്യങ്ങളും കിട്ടുന്ന ഒരു ഡിസ്പ്ലേ ആണ്. ഇതിൽ ഗെയിം കളിക്കുന്നിടത്ത് നമുക്ക് കളർ ബൂസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഗെയിമിംഗ് മോഡിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് കളറൊക്കെ ബൂസ്റ്റ് ചെയ്ത് ഗെയിം കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് നമുക്ക് കളർ ഇഷ്ടമുള്ള രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. സോ നല്ല രീതിയിലുള്ളൊരു ഗെയിം പ്ലേ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഗെയിമിംഗ് പെർഫോമൻസ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഡിസ്പ്ലേയുടെ സ്മൂത്ത്നെസ്സും കാര്യങ്ങളും ടച്ച് റെസ്പോൺസും ഒക്കെ ഗെയിമിങ്ങിൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് അവിടെ കാണാം ഈ ട്രിഗറുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്കത് യൂസ് ആയിട്ടില്ല കയ്യിൽ. ഞാനത് അങ്ങനെ ഇതുവരെ നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. കയ്യിൽ പിടിക്കുമ്പോൾ കയ്യിലേക്ക് വന്നിട്ടില്ല. ബട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഇത്തിരി വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും ഈ ഫോണിൽ ഗെയിം കളിക്കുന്നത്. പലരും കാശ് കൊടുത്ത് ഗെയിമിംഗ് ട്രിഗർ വാങ്ങിച്ച് കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അടിപൊളി ഓപ്ഷനാണ്. ഗെയിമിംഗ് ട്രിഗേഴ്സ് എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ഒരു പെർഫോമൻസ്. പിന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാർ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ക്യാമറയിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ഫ്ലിക്കറിങ് വരാതിരിക്കാൻ വേണ്ടുന്ന DC ഡിമ്മിങ് പോലുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അത് എന്നെ സംബന്ധിച്ച് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം നമുക്കിത് വീഡിയോ നിങ്ങളെ കാണിച്ചു തരേണ്ടത് കൊണ്ട് തന്നെ ആ ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് പറയേണ്ടത് ഗെയിമിംഗ് പെർഫോമൻസിനെ കുറിച്ചാണ്. 1200 മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 1200 എന്ന പ്രോസസ്സറാണ്. ഈ ഒരു പ്രോസസ്സറിൻ്റെ പവറൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം.
സ്മൂത്ത് എക്സ്ട്രീം ഇട്ടുകൊണ്ട് BGM ഒക്കെ കളിക്കാൻ നിങ്ങൾക്ക് സ്മൂത്ത് എക്സ്ട്രീം ഇട്ടുകൊണ്ട് കളിക്കാം. ബാക്കിയുള്ളതിലൊക്കെ അൾട്രാ വെർഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അൾട്രാ വരെ അവൈലബിൾ ആണ് FPS. എന്തായാലും സ്മൂത്ത് എക്സ്ട്രീം ഇട്ട് കളിക്കുമ്പോൾ യാതൊരുവിധ പെർഫോമൻസ് ലാഗുമില്ല. ഞാൻ ബൂട്ട് ക്യാമ്പ് ലാൻഡിങ് ഇപ്പോൾ BGMI കളിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാം, ബൂട്ട് ക്യാമ്പ് ലാൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് നടത്താവുന്ന നല്ലൊരു ടെസ്റ്റാണ്. ആ ഒരു ടെസ്റ്റ് നടത്തുമ്പോഴും ബൂട്ട് ക്യാമ്പിൽ ഇറങ്ങി ഫൈറ്റ് ചെയ്യുന്ന സമയത്തും നല്ല സ്ക്വാഡ് പുഷിംഗ് ഒക്കെ ഉള്ള നല്ല ഒരു റഷ് ടൈമിൽ ഫൈറ്റ് ചെയ്യുമ്പോഴായാലും ഇതിലുള്ള FPS 60 FPS അത് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് കാണാം. ചില സെക്ഷനുകൾ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ആ സെക്ഷനാണ് നമ്മുടെ ഈ ഒരു ബൂട്ട് ക്യാമ്പ് ലാൻഡിങ്ങിൻ്റെ ഫൈറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ആ ടൈമിൽ വേറെ ഒരു തരത്തിലുള്ള ഫ്രെയിം ഡ്രോപ്പും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ലാൻഡിങ്ങിൻ്റെ ടൈമിൽ അതുപോലെ എക്സിറ്റ് ടൈമിലുള്ള ലാഗ് നോർമലാണ്. ഗെയിം പ്ലേയിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. എന്തായാലും ടോട്ടലി ഗെയിമിംഗ് എന്ന മേഖലയിലേക്ക് വരുമ്പോൾ ഈ ഫോൺ അടിപൊളിയാണ്. ഡിസ്പ്ലേ ടച്ച് റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ കിട്ടാനായിട്ടുണ്ട്, യാതൊരുവിധ പ്രശ്നവുമില്ല. പെർഫോമൻസ് ഈ കിട്ടുന്ന 60 FPS നല്ല രീതിക്ക് നമുക്ക് കിട്ടുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രൈസിന് ഗെയിമിംഗ് ഫോൺ എന്ന രീതിയിൽ നിങ്ങളിത് എടുത്താൽ ഒരു തെറ്റും പറ്റാനില്ല, നല്ല രീതിയിലുള്ള പെർഫോമൻസ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ UI പെർഫോമൻസ് നോർമൽ യൂസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പരസ്യങ്ങൾ അഡ്വർടൈസ്മെന്റുകളൊന്നും കണ്ടില്ല, നോർമലി കണ്ടില്ല. ഞാനിത് സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ ഡിസേബിൾ ചെയ്തുകൊണ്ടാണ് സെറ്റപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അങ്ങനത്തെ സംഗതികളൊന്നും കണ്ടില്ല. വളരെ ഡീസൻ്റ് ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ആഡുകൾ വരുമോ എന്നുള്ള കാര്യം വരും ദിവസങ്ങൾ ഉപയോഗിക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഞാൻ നോക്കിയിട്ട് എന്തായാലും പറയാം. MIUI വെർഷൻ 12.5.4 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 11 ബേസ്ഡ് തന്നെയാണ്. ഇനി ഇതിൻ്റെ ബാറ്ററി നോക്കിയാൽ 5065 mAh ബാറ്ററിയാണ്. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. അരമണിക്കൂർ കൊണ്ടൊക്കെ ഈസി ആയിട്ട് ഫുള്ളായിട്ട് ചാർജ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നല്ല ബാറ്ററി ലൈഫും കാര്യങ്ങളുണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഹീറ്റിംഗ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ക്യാമറ 64 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ. കുറച്ച് ഇമേജ് സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട്? ഡേ ലൈറ്റിൽ നല്ല ക്വാളിറ്റി ഇമേജുകൾ തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് യാതൊരു ഇഷ്യൂസും അതിനകത്ത് തോന്നിയില്ല. അതേപോലെ തന്നെ ഒരു ചെറിയ വീഡിയോ സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. 30 FPS ഫുൾ HD വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന തരത്തിലുള്ള ക്ലിപ്പാണ് കിട്ടിയത്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് 60 FPS ഇട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫ്രണ്ട് ക്യാമറയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ടോ ഓവറോൾ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒക്കെ കുഴപ്പമില്ലാത്ത നല്ലൊരു ക്വാളിറ്റി തരുന്നുണ്ട്. വലിയ ഇഷ്യൂ ഒന്നും തോന്നിയില്ല. സെൽഫി ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റിയാണ്. ബട്ട് ചില സമയത്ത് നമുക്കിതാ നിങ്ങൾ ഈ കാണുന്ന തരത്തിലേക്ക്, ഈവൻ നല്ല ലൈറ്റുള്ള സ്ഥലമാണെങ്കിൽ കൂടി ഈ രീതിയിൽ ചില ഇമേജുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ചില സമയത്താണ്, ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ചില ബഗ് ആയിരിക്കും, വരും ദിവസങ്ങളിൽ ഫിക്സ് ആവുമായിരിക്കും. ആർട്ടിഫിഷ്യൽ ലൈറ്റിലേക്ക് വരുമ്പോഴും ഡീസൻ്റ് ആയ ഒരു പെർഫോമൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം സാമ്പിളുകൾ. ഓവറോൾ ഇതിൻ്റെ ക്യാമറ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. പിന്നെ ഇത് ക്യാമറ ഫോക്കസ്ഡ് ആയ ഒരു ഫോണൊന്നുമല്ല, ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയ ഫോണാണ്. അങ്ങനെ നോക്കുമ്പോൾ ഗെയിം കളിക്കാൻ വേണ്ടി എടുക്കുന്നവർക്ക് നല്ല ക്യാമറ കിട്ടുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള നല്ല ക്വാളിറ്റി ക്യാമറ സെറ്റപ്പാണുള്ളത്. സോ ഗെയിമിംഗ് പ്ലസ് ക്യാമറ എന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. നല്ല ബാറ്ററി ലൈഫുണ്ട്, സ്ട്രോങ് ആയ ഡിസൈൻ. ഓവറോൾ പോക്കോ E3 GT കൊള്ളാവുന്ന ഒരു നല്ല ഫോണാണ്. എന്തായാലും ഞാനിത് ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. കാരണം പോക്കോ ഏത് റേഞ്ചിൽ ഫോൺ ഇറക്കുമ്പോഴും നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ആ റേഞ്ചിലെ ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് ഇറക്കുമെന്ന്. ഇവിടെയും അവർ ഇറക്കിയിട്ടുണ്ട്. ചില കൺഫ്യൂഷൻസ് ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. റിയൽമി X7 Max നമുക്കൊരു നല്ല ഫോണാണ്, ഇതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നു. അതിൽ 90 FPS PUBG കളിക്കാൻ പറ്റും. ഇതിൽ പക്ഷേ 60 ഉള്ളൂ. അതൊരു ന്യൂനതയല്ലേ? തീർച്ചയായിട്ടും കുറവാണ്. ബട്ട് 90 FPS സ്റ്റേബിൾ ആയിട്ട് കിട്ടുമെന്നുള്ളത് കൺഫ്യൂസിംഗ് ആണ്. കാരണം ഈ ഒരു പ്രൊസസ്സറിൻ്റെ പവർ വെച്ച് നോക്കിയാൽ 90 FPS സ്റ്റേബിൾ ആയിട്ട് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ബട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, റിവ്യൂസ് ഒക്കെ കണ്ട് നോക്കുക കേട്ടോ. 60 FPS ഇത് നന്നായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഇത് ഓക്കെ ആണെന്ന് പറയാം. ഇതിൽ 90 FPS ഇല്ലാന്നേ ഉള്ളൂ, അല്ലാണ്ട് ഉള്ള 60 FPS എന്തെങ്കിലും ഫ്രെയിം ഡ്രോപ്പും കാര്യങ്ങളും വരെ ഇഷ്യൂസ് അങ്ങനൊന്നുമില്ല. സോ ഉള്ളത് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. സോ ഫൈനലി ഇനി ഒരു ഡൗട്ട് നമുക്ക് ബാക്കിയാവാൻ പോകുന്നത് നോഡ് 2 ആണോ പോക്കോ E3 GT ആണോ നല്ലത്? ഞാൻ എടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നോഡ് 2 എടുക്കുകയുള്ളൂ. അതിൻ്റെതായ കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ ഡെഡിക്കേറ്റഡ് വീഡിയോയിൽ പറയാം. കാരണം കുറച്ചധികം കാര്യങ്ങൾക്കുണ്ട്. E3 GTയേക്കാൾ കൂടുതൽ എനിക്ക് നോഡ് 2 ആണ് ഇഷ്ടപ്പെട്ടത്. 3000 രൂപ കൂടുതൽ കൊടുത്താൽ പോലും നോഡ് 2 എനിക്കൊരു നല്ല ഫോണായിട്ടാണ് തോന്നിയത്. എന്താണ് കാരണങ്ങൾ വിശദമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം. ബട്ട് ഇത് അപ്ലോഡ് ചെയ്യുന്ന 1-2 ദിവസം എന്തായാലും ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ കമ്പാരിസൺ നോക്കുക. ഇപ്പോൾ കമ്പാരിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓവറോൾ എനിക്ക് ബെറ്റർ ആയിട്ട് ഇഷ്ടപ്പെട്ടത് നോഡ് 2 തന്നെയാണ്. കാരണങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. സോ അത്രയുമാണ് പോക്കോ E3 GT എന്ന ഫോണിൻ്റെ ഒരു യൂസ്ഡ് എക്സ്പീരിയൻസ്. നമ്മുടെ ഈ 2-3 ദിവസത്തെ യൂസ്ഡ് എക്സ്പീരിയൻസ് ഒരു കംപ്ലൈൻറ്റും പറയാനുണ്ടായിരുന്നില്ല. ആകെ ഇതിൽ 5G ബാൻഡ് 2 ഉള്ളൂ. അതൊരു കുറവാണ്. കാരണം 5G കൂടുതൽ 5G ബാൻഡുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി 5G ഗ്യാരണ്ടി ആണെന്ന് പറയാം. ഈ ഒരു ഫോണിൽ 5G ബാൻഡ് 2 ഉള്ളൂ. തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവായിട്ട് പറയാം. അതാണ് ഇതിനകത്തൊരു നെഗറ്റീവായിട്ട് തോന്നിയത്. വേറെ യൂസേജ് എക്സ്പീരിയൻസിൽ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, പക്ക കണ്ടീഷനാണ്. എടുത്തവർക്ക് തീർച്ചയായിട്ടും അഭിപ്രായങ്ങളെ കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.